ചാടിപ്പോരുട്ടോ. എന്ത് പറ്റി നിനക്ക്? തലയ്ക്ക് എന്ത് പറ്റി? ആരാ? മോളെ, നിന്റെ വല്യമ്മയെ നീ മറന്നോ? വല്യമ്മയോ? അയ്യോ എന്റെ മോളെ, നിനക്ക് എന്ത് പറ്റി? ഞങ്ങളെയൊന്നും കണ്ടിട്ട് നിനക്ക് മനസ്സിലാവണില്ലേ? മോളെ, ഞാൻ മോളുടെ ചെറിയമ്മായി. ഇത് ചെറിയമ്മാവൻ, അത് വലിയമ്മാവൻ. എനിക്കൊന്നും മനസ്സിലാവണില്ല. ആരാ പ്രസാദേട്ട അവരൊക്കെ? ആരാ ഏതാന്ന് അറിയാതെ സ്ഥലകാലബോധം ഇല്ലാതെ അലയുന്ന ഏതെങ്കിലും രോഗികളായിരിക്കും. നിങ്ങൾ ആരും അറിയില്ല എന്ന് ഇന്ദു പറഞ്ഞില്ലേ? ഒന്ന് മാറിനാട്ടെ. നിനക്കറിയോടെ വരെ? എനിക്കറിയില്ല. ആരാ ഇന്ദു? ഇത് എന്നെ ഇന്ദു. ഇന്ത്യയെ? അതെ, എന്റെ പേര് ഇന്ദിരാന്നാ. ഇന്ദുന്ന് വിളിക്കും. ഇതെന്റെ ഭർത്താവ് പ്രസാദേട്ടൻ. ഇത് ഞങ്ങളുടെ മോള് മിനിക്കുട്ടി. ഇത് ഫ്രെഡി. കൂട്ടുകാരനാ? എന്റെ ഈശ്വര, എന്ത് കൂടുമാത്ര എന്റെ കുട്ടിക്ക് യോമാര് ചെയ്തേക്കണേ. ഞങ്ങൾ ഈ കൂടുതൽ സംസാരിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. റെഡി? നീ റെഡിയാവാ? എടുക്കട്ടോ. അങ്ങനെ അങ്ങനെ അങ്ങ് പോയാലോ? മോള് വണ്ടിയിലോട്ട് കയറി. ഇല്ല, ഇനി ഞാൻ ഇവിടെ ആർക്കും വിട്ടുകൊടുക്കില്ല. അതെ, നമ്മൾ തമ്മിൽ ഇവിടെ വെച്ചൊരു വാക്ക് തീർക്ക് ഒഴിവാക്കുന്നതല്ലേ നല്ലത്? അത് സാറ് പറഞ്ഞു ഞാൻ. അതുകൊണ്ട് സാറൊന്ന് മാറിനാട്ടെ. രാജേന്ദ്ര, നന്ദിനിക്ക് വീണ്ടും ഓർമ്മ നഷ്ടപ്പെട്ടു. നമ്മളെ ആരെയും അവൾ തിരിച്ചറിയുന്നില്ല. ഇതവളുടെ ഭർത്താവ് കുഞ്ഞാണ് പറയുന്നു. നന്ദിനിക്കല്ലേ ഓർമ്മ പോയിട്ടുള്ളൂ, ഈ തെണ്ടികളുടെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. എന്നോട് വേണ്ടതിന്റെ കളിയൊന്നും. രാജേന്ദ്ര, ഒന്ന് സമാധാനപ്പെട്. എന്ത് സമാധാനപ്പെടാൻ? താൻ ഒറ്റ ഒരുത്തനാണ് എന്നൊക്കെ കാരണക്കാരൻ. ഞങ്ങളുടെ കുട്ടി ഏതോ ഒരുത്തം കൊണ്ടുപോകുന്ന കണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കാനോ? ഇവിടെ തൊട്ടടിച്ച് പല്ലും തടിക്കും പാട്ടി. അന്ന് തോക്കിന്റെ പാത്തി കൊണ്ട് അടിച്ചപ്പോ കയ്യും കെട്ടി കൊണ്ടുവന്ന എന്തിനാന്നറിയാമോ? എന്നെങ്കിലും എല്ലാം മനസ്സിലാക്കി തിരിച്ചു വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് കേട്ടാ. ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച സ്വത്തുക്കളെല്ലാം വിട്ട് നീ പറയുമ്പോ വാലും മടക്കി തിരിച്ചു വന്നു കഴിഞ്ഞോടാ പാട്ടി. മിടുമിടുക്കൻ സാർ, വീണ്ടും ഓമാരെ ഞങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുക. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വരുന്നത്. സാർ, ഉടനെ ഓമാരെ കസ്റ്റഡിയിൽ എടുക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവരെയല്ല, നിങ്ങളെ. അതെ, മിസ് നന്ദിനി മേനോന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയതിനും നന്ദിനിയെ കൊല്ലാൻ ശ്രമിച്ചതിനും അണ്ടർ സെക്ഷൻ 120B, 114 എന്നീ വകുപ്പുകൾ പ്രകാരം രാജേന്ദ്രൻ, കാർത്തിയായനി കുഞ്ഞമ്മ, ദേവകി കുഞ്ഞമ്മ, ശേഖരമേനോൻ, ശങ്കരമേനോൻ എന്നിവരെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് വിട്ടിട്ടായി പറയുന്നത്? നീക്കെന്താ വട്ടള? അതെ, കുറ്റവാളികളെ കണ്ടാൽ എനിക്ക് വട്ടളകും. വട്ടള അങ്ങനെ കിടണം. മ്യൂസിക് കമ്പോസ് ചെയ്യാൻ മാത്രമല്ല, ക്രിമിനൽസിനെ ഡിസ്പോസ് ചെയ്യാനും സർക്കിൾ ഇൻസ്പെക്ടർ ബെഞ്ചമിൻ സി കുരുവിളയ്ക്ക് അറിയാം. നിങ്ങൾ ഈ ചെയ്തതൊക്കെ സത്യമായിട്ട് കോടതിയിൽ തെളിയിക്കാൻ വേണ്ട സാക്ഷികളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാക്ഷികൾ? അതെ, ഒന്നാം സാക്ഷി രണ്ടാം സാക്ഷി സ്വന്തം ഭാര്യയെ പരിചയപ്പെടുത്തരേണ്ട ആവശ്യമില്ലല്ലോ. മൂന്നാം സാക്ഷി ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത്. സാക്ഷികൾ ഇത്രയും പോരെ, ഇനി 2 പ്രതികളെ കൂടി തരാം. വിളിച്ചിറക്കണോമാരെ. നമ്മുടെ ബോംബന്മാര്. എന്താ ഇനിയും വേണോ മിസ്റ്റർ തെളിവുകൾ? കാർത്തിയാനി കുഞ്ഞമ്മയുടെ ദേവി തുള്ളൽ ഇവിടെ വേണ്ട. കുഞ്ഞമ്മമാരെയും കുഞ്ഞപ്പന്മാരെയും പിടിച്ച് ജീവിക്കട്ടെ. മതിയടാ തൊഴുതത്. എല്ലാം കണ്ടുകൊണ്ടൊരു മോഹസാക്ഷിയായി നിൽക്കായിരുന്നു ഞാൻ. എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലാക്കിയിട്ട് കണ്ണടയ്ക്കണമെന്നായിരുന്നു മോഹം. ഈ വക്കീലങ്കളിലും തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നില്ലേ? പ്രസാദേ, എന്നെങ്കിലും ഇവൾക്ക് ഓർമ്മ തിരിച്ചു വരുമ്പോ ഞാനെല്ലാം കൃത്യമായി ചെയ്തിരുന്നു എന്ന് പറഞ്ഞേക്കണം. ഒരു പക്ഷേ ഞാനൊന്നും ഉണ്ടായില്ലെങ്കിലോ? ഇതൊന്നും വേണ്ട സാർ.
ആർത്തി പിടിച്ച് നടക്കണ്ടല്ലോ കുറെ പേർ, അവർക്ക് കൊടുത്തേക്ക്. കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ലേ, പിന്നെ പിന്നെ എന്ത് കാര്യം സാർ? എനിക്ക് ഇന്ദുവിന്റെ സ്നേഹം മാത്രം മതി. എനിക്കിഷ്ടമായി എന്ന് കരുതി വെറുതെ ഈ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെടുത്തി കളയണം. വാ ഇന്ദു. ഓ ബൈ അങ്കിൾ. ആ. ഏ? 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 ഇപ്പോഴാ എനിക്ക് ശ്വാസം വീണത്. പേടിപ്പിച്ച് കളഞ്ഞല്ലോ പോലെ. എല്ലാവർക്കും ഇപ്പൊ സന്തോഷമായല്ലോ. എനിക്കിന്നൊരു കോറസ് കമ്പോസ് ചെയ്യാനുള്ള വകുപ്പ് കിട്ടിയിട്ടുണ്ട്. എന്നാ തുടങ്ങട്ടെ. വിഷ് യു എ സക്സസ്ഫുൾ മ്യൂസിക്കൽ മാരീഡ് ലൈഫ്. Thank you. But you sweet lips, all that are for so to the part. Yeah.